ഒരു പുതിയ മനുഷ്യൻ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക. അപ്പൊ ന്യൂമാൻ ആണ് പൂജ്യത്തിൽ തുടങ്ങുന്നത്. ന്യൂമാൻസ് പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കാം? ന്യൂ എന്ന് വെച്ചാൽ പുതിയ മനുഷ്യൻ. പുതിയ ആൾ എപ്പോഴും സീറോ എന്നാ തുടങ്ങുക. പുതിയ ആൾ എപ്പോഴും സീറോ എന്നാ തുടങ്ങുക. ഒരു വൈ വരച്ചു, ഇനി തലകീഴാക്കി ഒരു വൈ വരച്ചു. വേറൊന്നും ചെയ്യില്ല. അപ്പോഴേ വരച്ചോളൂ. ഒരു വൈ വരച്ചു, തലകീഴാക്കി ഒരു വൈ വരച്ചു, ഒരു ശരിക്കത്തെ വൈ വരച്ചു, ഒരു ഇൻവേർട്ടഡ് വൈ. നോക്കി, ഇൻവേർട്ടഡ് വൈ ആണ് ഇതാ. ആ ഇൻവേർട്ടഡ് വൈ അത് മായ്ച്ചു മാത്രം. How is this, my dear students? Is it super or not? Real Newman. അല്ല സാർ, അപ്പൊ ഇതിന്റെ എക്ലിപ്സ്ഡോ? ഓ, ദ എക്ലിപ്സ്ഡ്. ഒരു വൈ വരച്ചു, അതേപോലെ ഒരു വൈ കൂടി വരച്ചോ. എക്ലിപ്സ് വൈല കളി, കംപ്ലീറ്റ് കളി ക്യാപിറ്റൽ വൈലാണ്. ആരോടും പറഞ്ഞു കൊടുക്കില്ല. ഈ സീക്രട്ട് ഒന്നും ആർക്ക് ഷെയർ ചെയ്യണ്ട. ABS മക്കളുടെ കളി സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്. ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള സൈൻസിന് എന്താ പറയാ? ഈ രണ്ടിന്റെ ഇടയിൽപ്പെട്ട് നെരിങ്ങിയ സൈൻസിന് എന്താ പറയാ? സ്ക്യൂ. സ്ക്വീസ് എന്ന് പറയുമ്പോൾ സ്ക്യൂ. ഇടയിലുള്ള ഫോമിന് എന്താ പറയാ? സ്ക്യൂ ഫോം. SKEW. വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? സ്റ്റാഗേർഡ്. എന്താ ഓർത്ത് വെക്കാൻ സാർ പറഞ്ഞത്? സ്റ്റാഗേർഡിൽ STA ഉണ്ട് സാർ, സ്റ്റേബിളിലും STA ഉണ്ട് സാർ. ന്യൂമാൻ, പുതിയ മനുഷ്യൻ. ന്യൂ എന്ന് പറയുമ്പോൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരുവേ. പരീക്ഷയ്ക്ക് എന്താ കൺഫ്യൂഷൻ അറിയോ സാറേ? ഏത് ഫോമിലാണ് ഈ പൂജ്യം ഇടേണ്ടത്? ഈ പൂജ്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മനുഷ്യൻ, ന്യൂ മാൻ. ഒരു പുതിയ മനുഷ്യൻ പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുക. അപ്പൊ ന്യൂമാൻ ആണ് പൂജ്യത്തിൽ തുടങ്ങുന്നത്. അപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻ വന്ന സർക്കിളിട്ട് വരയ്ക്കണം, പൂജ്യം വരയ്ക്കണം. ഒരു വൈ വരച്ചു, ഇൻവേർട്ടഡ് വൈ വെച്ചു, തലകിടാക്കി ഒരു വൈ വെച്ചു, ക്യാപിറ്റൽ. ഒരു വൈ വരച്ചു, അതിന്റെ ബാക്കിൽ വേറൊരു വൈ. സെറ്റ്.